നമസ്കാരം. ന്യൂസ് 1 at 6:30 സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൽക്കരി അഴിമതി കേസിലെ അന്വേഷണ റിപ്പോർട്ട് സർക്കാരുമായി പങ്കുവയ്ക്കരുതെന്ന് സുപ്രീം കോടതി. കേസ് അന്വേഷണത്തിലെ ബാഹ്യ ഇടപെടലുകളിൽ കോടതിക്ക് ആശങ്ക. അന്വേഷണ സംഘത്തിലെ ആരോപണ വിധേയനായ SP മാറ്റാം. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിക്കാനും സുപ്രീം കോടതിയുടെ അനുമതി. UDF സർക്കാരിനെ താഴെയിറക്കാമെന്ന് LDF മനപ്പായസം ഉണ്ണേണ്ടെന്ന് മുഖ്യമന്ത്രി. KM മാണി UDF വിടില്ലെന്നും ഉമ്മൻചാണ്ടി. ബദൽ സർക്കാർ രൂപീകരണത്തിന് തൽക്കാലം ശ്രമങ്ങൾ നടത്തേണ്ടെന്ന് CPM. UDF വിട്ടുവരുന്നവരുമായി ചർച്ച നടത്തണമെന്ന് RSP. മാണിയുടെ നയങ്ങളോട് യോജിക്കാനാവില്ലെന്ന് JDS. കുമളിയിൽ അച്ഛന്റെയും രണ്ടാനമ്മയുടെയും ക്രൂരപീഡനത്തിനിരയായ 4.5 വയസ്സുകാരന്റെ നിലയിൽ നേരിയ പുരോഗതിയെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. വിദഗ്ധ പരിശോധനയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രത്യേക സംഘമെത്തും. കേസിലെ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കുട്ടികളുടെ സുരക്ഷയ്ക്കായി അവകാശരേഖ പുറത്തിറക്കാൻ മന്ത്രിസഭാ തീരുമാനം. ലാവ്ലിൻ കേസിൽ കുറ്റപത്രം വിഭജിച്ചു. പിണറായി വിജയൻ ഉൾപ്പെടെ 6 പ്രതികളുടെ വിചാരണ ഉടൻ തുടങ്ങും. പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ പിണറായി വിജയൻ ഹർജി നൽകും. കേസ് ഈ മാസം 31-ന് പരിഗണിക്കും. ബീഹാറിൽ സ്കൂൾ ഉച്ചഭക്ഷണത്തിലെ വിഷബാധയെ തുടർന്ന് മരിച്ച കുട്ടികളുടെ എണ്ണം 22ആയി. 50 കുട്ടികളുടെ ചികിത്സ തുടരുന്നു. സംഭവത്തിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് JDU. ബീഹാറിൽ ഇന്നും ഭക്ഷ്യവിഷബാധയെന്ന് റിപ്പോർട്ട്. മധുബനി ജില്ലയിലെ ഒരു സ്കൂളിൽ ഉച്ചഭക്ഷണം കഴിച്ച 15 പേർക്ക് ദേഹാസ്വാസ്ഥ്യം. 2 പേരുടെ നില ഗുരുതരം. വിശദമായ വാർത്തകളിലേക്ക്. കൽക്കരി അഴിമതി കേസിലെ അന്വേഷണ റിപ്പോർട്ട് സർക്കാരുമായി പങ്കുവയ്ക്കരുതെന്ന് സുപ്രീം കോടതി. കേസ് അന്വേഷണത്തിലെ ബാഹ്യ ഇടപെടലുകളിൽ കോടതിക്ക് ആശങ്ക. അന്വേഷണ സംഘത്തിലെ ആരോപണ വിധേയനായ SP മാറ്റാനും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിക്കാനും സുപ്രീം കോടതി അനുമതി നൽകി. അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടലുകളുണ്ടായാൽ തങ്ങളെ സമീപിക്കാമെന്ന് കോടതി അറിയിച്ചു. അന്വേഷണത്തിൽ ബാഹ്യ ഇടപെടലുണ്ടാകുന്നത് ആശങ്കയോടെയാണ് കാണുന്നത്. അത് CBIയുടെ വിശ്വസ്തതയെ നഷ്ടപ്പെടുത്തും. സർക്കാരിനോട് കൽക്കരി അഴിമതി അന്വേഷണ റിപ്പോർട്ടിലെ ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് CBI സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ ഇത് ആവശ്യമാണെന്നും CBI അറിയിച്ചു. എന്നാൽ ഒരു സ്ഥലത്ത് വിവരങ്ങൾ കൈമാറുമ്പോൾ അത് പലരുടെയും കൈവശം എത്തിച്ചേരുന്നതായി കോടതി നിരീക്ഷിച്ചു. CBIയുടെ ആവശ്യപ്രകാരം DIG രവികാന്തിനെ 2006 മുതൽ 2009 വരെയുള്ള കൽക്കരിപ്പാടം വിതരണം സംബന്ധിച്ച അഴിമതി അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തി. കുറ്റാരോപിതരായ SP വിവേക് ദത്തിനെ അന്വേഷണ സംഘത്തിൽ നിന്നും പുറത്താക്കി. ഇയാൾ 15 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന കേസിനെ തുടർന്നാണിത്. മീഡിയ 1 ഡൽഹി. കുമളിയിൽ അച്ഛന്റെയും രണ്ടാനമ്മയുടെയും പീഡനത്തിനിരയായ കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം അല്പസമയത്തിനുള്ളിൽ ആശുപത്രിയിലെത്തും. വിദഗ്ധ സംഘത്തിന്റെ പരിശോധന പൂർത്തിയായാൽ മാത്രമേ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കൂടുതൽ പറയാനാവൂ എന്ന് ആശുപത്രി മെഡിക്കൽ ബുള്ളറ്റിൻ. കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട കുട്ടിക്ക് ഇന്നലെ 7 തവണ അപസ്മാരമുണ്ടായതായി ഡോക്ടർമാർ അറിയിച്ചു. തലച്ചോറിന് 75% ക്ഷതമേറ്റിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞിട്ടുണ്ട്. ക്രൂരമായ പീഡനത്തിനു ശേഷം 24 മണിക്കൂർ നേരത്തേക്ക് അവശ്യ ചികിത്സ ലഭിക്കാതിരുന്നതും ആരോഗ്യനില വഷളാക്കി. 75% ബ്രെയിനിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ കുട്ടിയുടെ വൈറ്റൽസ് ഇപ്പോൾ സ്റ്റേബിളാണ്. BP, പൾസ് മുതലായ ഓക്സിജൻ സാച്ചുറേഷൻ മുതലായവ സ്റ്റേബിളായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. എങ്കിൽ തന്നെയും ബ്രെയിനിന് എക്സ്റ്റൻസീവ് ഡാമേജ് ഉള്ളതുകൊണ്ട് കുട്ടി വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ കുട്ടിയെ എവിടേക്കെങ്കിലും മാറ്റുന്നത് പ്രായോഗികമല്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ പ്രാർത്ഥനകളുമായി 100 കുട്ടികൾ ഇടുക്കിയിൽ മൗനജാഥ നടത്തി. കുഞ്ഞിനെ പീഡിപ്പിച്ച കേസിൽ പിതാവിനെയും രണ്ടാനമ്മയെയും കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പിതാവ് ഷെരീഫിനെ പീരുമേട് സബ് ജയിലിലേക്കും രണ്ടാനമ്മ അനീഷയെ കോട്ടയം സബ് ജയിലിലേക്കും മാറ്റി. കൊലപാതക ശ്രമത്തിനാണ് പോലീസ് കേസെടുത്തത്. മീഡിയ 1 ഇടുക്കി. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ പ്രത്യേക നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ക്രൂരതയുടെ വിവരം ആരിൽ നിന്ന് ലഭിച്ചാലും കർശന നടപടിയെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. ഇതിനായി സമിതി രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് പറഞ്ഞു. കട്ടപ്പനയിൽ ക്രൂരതയ്ക്കിരയായ കുട്ടിയുടെ തുടർ സംരക്ഷണ ചെലവും ചികിത്സാ ചെലവും സർക്കാർ ഏറ്റെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ കുട്ടിക്ക് ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ കൊടുത്തിട്ടുണ്ട്. രക്ഷപ്പെടണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജില്ലാ കളക്ടർ രാവിലെ തന്നെ ആ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ആ കുട്ടിയുടെ ചികിത്സാ ചെലവ് മുഴുവൻ ഗവൺമെന്റ് വഹിക്കും.
കോഴിക്കോട് ബിലാത്തിക്കുളത്ത് അച്ഛനും രണ്ടാനമ്മയും ചേർന്ന് 6 വയസ്സുകാരിയെ മർദ്ദിച്ചു കൊന്ന കേസിൽ നാളെ കുറ്റപത്രം സമർപ്പിക്കും. അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരി 1ഉം രണ്ടാനമ്മ മലപ്പുറം മങ്കട സ്വദേശി റംലത്ത് എന്ന ദേവകി അന്തർജനം 2ഉം പ്രതിയായാണ് കുറ്റപത്രം സമർപ്പിക്കുക. മെയ് 1-നാണ് ബിലാത്തിക്കുളം AMUP സ്കൂൾ വിദ്യാർത്ഥിനി അദിതി S നമ്പൂതിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. പിറകുവശത്ത് ഇടുപ്പലിനേറ്റ മർദ്ദനമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞിരുന്നു. 2 ആഴ്ചയോളം പട്ടിണി കിട്ടതായും ദേഹത്ത് ചൂടുവെള്ളം ഒഴിച്ച് പൊള്ളിച്ചതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. ബദൽ സർക്കാർ ചർച്ചകൾക്ക് LDF വേഗത കുറച്ചു. സർക്കാരിനെ അട്ടിമറിക്കാൻ മുൻകൈയെടുക്കില്ലെന്ന് CPM പരോക്ഷ സൂചന നൽകി. UDF സർക്കാരിനെ താഴെയിറക്കാൻ പ്രത്യേകമായി ഒന്നും ചെയ്യേണ്ടതില്ലെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞു. സർക്കാരിനെ അട്ടിമറിക്കില്ലെന്ന് RSP വ്യക്തമാക്കി. KM മാണിയുടെ നയങ്ങളോട് യോജിക്കാനാവില്ലെന്ന് ജനതാദൾ S വ്യക്തമാക്കി. UDF സർക്കാർ സ്വയം നിലപൊത്തിയാൽ മാത്രം ബദൽ സർക്കാരിന് ശ്രമം നടത്തിയാൽ മതിയെന്ന സൂചനയാണ് ഇടതുപക്ഷ നേതാക്കളുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നത്. സർക്കാരിനുള്ളിൽ തന്നെ അതൃപ്തരായ ആളുകളുണ്ട്. സർക്കാർ താഴെ വീഴുന്ന സ്ഥിതിയുണ്ടായാൽ ഇടതു പാർട്ടികൾ അപ്പോൾ യോഗം ചേർന്ന് തീരുമാനം കൈക്കൊള്ളുമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഡൽഹിയിൽ പറഞ്ഞു. ഗവൺമെന്റ് താഴെ പോകുമ്പോൾ ബദൽ സംവിധാനങ്ങൾ ഉണ്ടാവും. അതിനകത്ത് ആരും ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. ബദൽ സർക്കാർ നീക്കങ്ങൾ നടക്കുന്നതായി ഇന്നലെ പറഞ്ഞ് RSPയും നിലപാട് മാറ്റി. സർക്കാരിനെ അട്ടിമറിക്കുന്നില്ലെന്നും ജനാധിപത്യ മാർഗത്തിൽ അവസരം ലഭിക്കുകയാണെങ്കിലേ പുതിയ സർക്കാരിന് ശ്രമിക്കുകയുള്ളൂ എന്നുമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം RSP സംസ്ഥാന സെക്രട്ടറി AA ആസീസ് പറഞ്ഞത്. ജനാധിപത്യ മാർഗത്തിൽ കൂടി അവസരം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ ഗവൺമെന്റിൽ രൂപീകരിക്കുന്ന കാര്യത്തിൽ ഞങ്ങളുടെ പങ്കാളിത്തവും ഉണ്ടാവും. KM മാണിയെ മുൻനിർത്തിയുള്ള ചർച്ചകളെ ജനതാദൾ തള്ളിക്കളഞ്ഞു. KM മാണിയുടെ നയങ്ങളോട് യോജിക്കാനാവില്ലെന്ന് ജനതാദൾ S നേതാവ് മാത്യു ടി തോമസ് തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിശാലമായ ഉദാത്തമായ മൂല്യങ്ങളോട് ഈ പാർട്ടികൾക്കൊന്നും തന്നെ ഒരു തരത്തിൽ യോജിക്കാൻ കഴിയില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1. ബദൽ സർക്കാർ രൂപീകരണത്തിന് തൽക്കാലം ശ്രമങ്ങൾ നടത്തേണ്ടെന്ന് CPM സെക്രട്ടേറിയറ്റിൽ ധാരണ. സോളാർ വിഷയത്തിൽ പ്രക്ഷോഭം ശക്തമാക്കാനും ഇതുവഴി UDFൽ പ്രതിസന്ധി മൂർച്ഛിച്ച് സർക്കാർ താഴെ വീഴുമെന്ന കണക്കുകൂട്ടലാണ് CPM സെക്രട്ടേറിയറ്റിലുണ്ടായിരിക്കുന്നത്. സോളാർ വിഷയത്തിൽ സർക്കാരിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കും. മുഖ്യമന്ത്രിയുമായി ബന്ധമുള്ള അക്ഷയ ട്രസ്റ്റിൽ സരിത S നായർ നിക്ഷേപം നടത്തിയെന്ന ആരോപണം ശക്തമായി ഉയർത്തിക്കൊണ്ടുവരാനും സെക്രട്ടേറിയറ്റിൽ തീരുമാനമായി. യോഗം ഇപ്പോഴും തുടരുകയാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ നിർണായക നേതൃയോഗം തിരുവനന്തപുരത്ത് തുടരുകയാണ്. KM മാണിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് അധികാരം പിടിക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുന്നതായ പ്രചരണങ്ങൾ ശക്തമായിരിക്കെ ഈ വിഷയമാണ് സംസ്ഥാന നേതൃയോഗത്തിന്റെ പ്രധാന അജണ്ട. മാണിയെ മുഖ്യമന്ത്രിയാക്കുന്നത് അജണ്ടയിലില്ലെന്ന് ഇടതുപക്ഷം വ്യക്തമാക്കിയിരുന്നു. എന്നിരുന്നാലും രാഷ്ട്രീയ സംഭവവികാസങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കാനും അതനുസരിച്ച് നിലപാടെടുക്കാനുമാണ് കേരള കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ ധാരണ. പാർട്ടി മാറാൻ പറയുന്നതുവരെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുമെന്ന് ഉമ്മൻചാണ്ടി. മന്ത്രിസഭയ്ക്ക് ഒന്നും സംഭവിക്കില്ലെന്നും പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർത്ത് സർക്കാരിനെ അട്ടിമറിക്കാനെന്ന് ആരും മനപ്പായസമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭൂരിപക്ഷമുള്ള സർക്കാരിനെ മറിച്ചിടാനുള്ള LDF ശ്രമം സോളാർ വിഷയത്തിൽ അവർ സ്വീകരിച്ച നിലപാടിന്റെ ഉള്ളിലിരിപ്പ് വ്യക്തമാക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പാർട്ടി പറഞ്ഞാൽ ആ നിമിഷം അധികാരത്തിൽ നിന്നും മാറും. ഏതെങ്കിലും ഒരു അപശബ്ദം മന്ത്രിസഭയിൽ നിന്ന് കേട്ടിട്ടുണ്ടോ? ഇതായിരുന്നോ LDF ഗവൺമെന്റിന്റെ കാലത്ത്? പാർട്ടി ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വം പാർട്ടി പറയുന്നിടത്തോളം കാലം എന്ത് അവമാനവും അവഹേളനവും സഹിച്ചാണെങ്കിലും അതുമായി മുമ്പോട്ട് പോകാനുള്ള ബാധ്യത എനിക്കുണ്ട്. ആ ബാധ്യത നിറവേറ്റുമെന്ന് കണ്ടപ്പോഴാണ് ഇവിടെ മന്ത്രിസഭാ മാറ്റം. അതൊക്കെ മനപ്പായസം, അത് കണ്ട ആരും ഉണ്ണണ്ട. UDF ഒറ്റക്കെട്ട. മന്ത്രിസഭയ്ക്ക് ഒന്നും സംഭവിക്കില്ലെന്നും പുനഃസംഘടന ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജിക്കുമോനെയും സലിം രാജിനെയും അറസ്റ്റ് ചെയ്യാത്ത കാര്യവും വിശദീകരിച്ചു. ഫോൺ വിളിക്കുന്നത് ഒരു കുറ്റമായിട്ട് ഈ ഗവൺമെന്റ് കാണുന്നില്ല. ഇതിനകത്ത് സാമ്പത്തിക കുറ്റം, വഞ്ചനാ കുറ്റം, അതാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായിട്ട് കണ്ടതും അതിന്റെ രീതിയിലാണ് അന്വേഷണം നടക്കുന്നത്. ആശ്രയ ട്രസ്റ്റിൽ ടീം സോളാർ നിക്ഷേപം നടത്തിയിട്ടില്ലെന്നും ട്രസ്റ്റിലേക്ക് വരുന്ന പണത്തിന്റെ ഉത്തരവാദിത്വം തനിക്കാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതിനകത്ത് ഒരു പൈസയുടെ സഹായവും ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. പക്ഷെ ട്രസ്റ്റിന് വരുന്ന ഓരോ രൂപയുടെ ഉത്തരവാദിത്വം എനിക്കുണ്ട്. ദുരിതാശ്വാസ നിധിയിലേക്ക് ടീം സോളാർ സംഭാവന നൽകിയതായും ചെക്ക് മടങ്ങിയതായും ഓഫീസിലാണ് ചെക്ക് കിട്ടിയതെന്നും ക്വാറി ഉടമകളുമായിട്ടല്ലാതെ ശ്രീധരൻ നായരെ കണ്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മീഡിയ 1 തിരുവനന്തപുരം. വാർത്തകൾ തുടരുന്നു.
ബീഹാർ ഛപ്രയിലെ സ്കൂളിൽ ഭക്ഷ്യവിഷബാധ മൂലം മരിച്ച കുട്ടികളുടെ എണ്ണം 22ആയി. 50 കുട്ടികൾ ഇപ്പോഴും വിവിധ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം കുട്ടികൾ മരിക്കാനിടയായ സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് ഭരണകക്ഷിയായ JDU ആരോപിച്ചു. ബീഹാറിൽ വീണ്ടും ഭക്ഷ്യവിഷബാധയുണ്ടായി. ഗയയിൽ ഭക്ഷ്യവിഷബാധയിൽ ഒരു കുട്ടി മരിച്ചു. 10 വയസ്സിനു താഴെയുള്ള കുട്ടികളാണ് മരിച്ചവരിൽ ഭൂരിഭാഗവും. സ്കൂളിൽ ഭക്ഷണം പാകം ചെയ്ത സ്ത്രീയും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. സോയാബീൻ കഴിച്ച കുട്ടികൾക്കാണ് ഭക്ഷ്യവിഷബാധയുണ്ടായതെന്ന് പ്രാഥമിക നിഗമനം. ഭക്ഷണത്തിൽ വിഷം കലർന്നുവെന്ന് ബീഹാർ വിദ്യാഭ്യാസ മന്ത്രി സ്ഥിരീകരിച്ചു. ഇത് മനഃപൂർവ്വമാണോ എന്ന കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു. അതേസമയം സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് JDU നേതാവ് KC ത്യാഗി ആരോപിച്ചു. It seems to be a deep-rooted conspiracy to destabilize the government of Mr. Nitish Kumar, and I have no hesitation to say that BJP and RJD, irrespective of their political ideological affiliation, they have come closer to defame, to destabilize the government. അതേസമയം ബീഹാറിൽ വീണ്ടും ഭക്ഷ്യവിഷബാധയുണ്ടായി. മധുബനി ജില്ലയിലെ ഒരു സ്കൂളിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ച 15 കുട്ടികളെ ശാരീരിക അവശതകളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ 2 കുട്ടികളുടെ നില ഗുരുതരമാണ്. ഛാപ്രയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണത്തിന് ഇന്നലെ തന്നെ സർക്കാർ ഉത്തരവിട്ടിരുന്നു. മരിച്ച കുട്ടികളുടെ ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപ വീതം ധനസഹായവും പ്രഖ്യാപിച്ചിരുന്നു. സരൺ ജില്ലയിൽ ഇന്ന് BJPയും RJDയും ഹർത്താൽ ആചരിക്കുകയാണ്. രാവിലെ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ അക്രമാസക്തമായിരുന്നു. പ്രതിഷേധക്കാർ ഒരു സർക്കാർ വാഹനം കത്തിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. SNC ലാവ്ലിൻ കേസിൽ കുറ്റപത്രം വിഭജിച്ചു. കുറ്റപത്രം വിഭജിക്കണമെന്ന CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ ആവശ്യപ്രകാരം ഹൈക്കോടതിയാണ് കുറ്റപത്രം വിഭജിക്കാൻ ഉത്തരവിട്ടത്. തിരുവനന്തപുരം CBI കോടതിയാണ് കുറ്റപത്രം വിഭജിച്ചത്. പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ പിണറായി വിജയൻ ഹർജി സമർപ്പിക്കും. കേസ് ഈ മാസം 31-ന് വീണ്ടും പരിഗണിക്കും. പിണറായിക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ MK ദാമോദരൻ 31-ന് വിടുതൽ ഹർജി സമർപ്പിക്കും. ഈ ഹർജികളിൽ തീർപ്പാക്കിയതിന് ശേഷമാകും സാക്ഷി വിസ്താരം തുടങ്ങുക. കേരളത്തിലെ B.Ed കോഴ്സുകളുടെ